വെൽക്കം ടു ആർജി ടോക്സ്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ അടുത്ത്, അതായത് 2024-22, അതായത് 2-3 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാം മന്ദിർ ഉദ്ഘാടനമാണ്. അന്നത്തെ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി എല്ലാവർക്കും അറിയാം, മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ക്രാഷ് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഏകദേശം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു 2000-2500 പോയിൻ്റൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിഫ്റ്റിയിലാണെങ്കിലും ഇതേപോലെ തന്നെ ഒരു 700 പോയിൻ്റൊക്കെ ഏകദേശം ഇടിച്ചിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് 22,124, അതാണ് ഏറ്റവും ടോപ്പ്. അതായത് ഈ 21,000 എന്താ പറയുക, 124 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് 21/1/2024, അങ്ങനെ ആ ഒരു ഡേറ്റാണ് രാം മന്ദിർ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. സോ ആ ഒരു ഡേറ്റാണ് ഏറ്റവും ടോപ്പായിട്ട് മാർക്കറ്റ് വന്നത്. ഇനി ആ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് മാറുള്ളൂ എന്നൊക്കെയാണ് എല്ലാവരും എന്താ പറയുക അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മാർക്കറ്റിൽ പലതും നമ്മളിങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഈ സമയത്ത് നിഫ്റ്റി ഏകദേശം എന്താ പറയുക, ആ ഒരു 22,100 ലെവലിൽ നിന്ന് ഏകദേശം 21,400-500 ആ ലെവലിലോട്ടൊക്കെ വരെയും താഴ്ന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നല്ലൊരു ഫാളാണ് വന്നേക്കണത്. അതായത് നമ്മൾ സ്ട്രോങ് സപ്പോർട്ടായിട്ട് കരുതിയ പല സോണുകളും പെട്ടെന്ന് തന്നെ എന്താ പറയുക ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴ്ത്തിട്ടാണ് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം ഒരു നല്ലൊരു സപ്പോർട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നിഫ്റ്റി. അതിന് ശേഷം ഒരു റിക്കവറിക്ക് ട്രൈ ചെയ്തെങ്കിലും നടന്നില്ല. 21,462 കറണ്ടിൽ ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻഡെക്സ് നമുക്ക് എന്താ പറയുക ഓപ്ഷൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺ നമുക്ക് ഉണ്ടാവുമെന്ന് നമുക്കിനന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിൻ്റെ കേസാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു ഡൗൺ ഫാൾ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത ലെവലുകളൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഒരു പാറ്റേൺ എനിക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു പാറ്റേൺ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടെന്ന് നോക്കി. അതായത് ഏകദേശം എന്താ പറയുക, ഒരു ഡബിൾ ബോട്ടം എന്നുള്ളൊരു പാറ്റേണാണ് ഇവിടെ ഫോം ചെയ്ത് വന്നേക്കണത്. ഓക്കെ, ഞാനിപ്പോൾ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് കരുതുന്നു. ഇനി നിങ്ങൾ നോക്കിയേ, അതായത് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരക്കാം. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിഫ്റ്റിയുടെ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്ലേസിൽ നിന്ന് തന്നെ നമ്മളൊരു നീട്ടിയൊരു വര വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സപ്പോർട്ട് വരെ നമുക്ക് വരക്കാം. അതിനുശേഷം വീണ്ടും അതൊരു എന്താ പറയുക അപ്പ് ട്രെൻഡ് കാണിച്ചു. അതിനുശേഷം വീണ്ടും ആ പഴയ സപ്പോർട്ടിൽ തന്നെ വീണ്ടും വന്നിട്ട് റിട്ടേൺ കയറി ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എന്താ പറയുക, ഒരു പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഇത് ആ ഒരു റേഞ്ചിലോട്ട് തന്നെ വീണ്ടും എത്തുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് ഇങ്ങനൊരു ട്രെൻഡ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അതിൽ നമ്മൊരു ബുള്ളിഷ് ആവാനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ഇവൻറ്റ് വരുന്നതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തായാലും ഒരു ഡൗൺ ഉണ്ടാവും നമ്മൊരു എന്താ പറയുക വിചാരിച്ചിരുന്നു. ഓക്കെ, പക്ഷേ ഇത് ഇത്രയും വലിയൊരു ഡൗൺ പെട്ടെന്ന് വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഏറ്റവും പറ്റിയ നല്ല എന്താ പറയുക കയറാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഞാനിവിടെ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അതിലേക്കായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക ഒരുപാട് സ്റ്റോക്കുകൾ ഞാനിപ്പോൾ ഏകദേശം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ മാത്രമല്ല ഇൻഡെക്സിലോ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ എന്താ പറയുക ഓപ്ഷൻ സാധാരണ കൂടുതൽ എല്ലാവരും ചെയ്യുന്ന ഓപ്ഷൻസിലൊക്കെയാണ്. അപ്പോൾ ഒരു ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ കോൾസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് ഉണ്ടാക്കാം. ഞാനൊരിക്കലും ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. ഇതൊക്കെ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നതൊക്കെ നമ്മൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ആയിട്ടുള്ളൊരു വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് നിങ്ങളുടേതായ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കാണ് അപ്പോളോ ഹോട്ടലിൻ്റെ ഒരു സ്റ്റോക്കാണ് അപ്പോളോ സിന്ദൂരി. അപ്പോൾ നമുക്കിതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഏകദേശം ഒരു ജനുവരി ആയതിനു ശേഷം മാത്രമാണ് ഇത് നല്ലൊരു മൂവ്മെൻ്റൊക്കെ കാണിച്ചു തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മൂവ്മെൻ്റ് അതിനകത്ത് വന്നേക്കുന്നത്. ഓക്കെ. അതായത് ഈ ഹോട്ടൽ ബിസിനസ്സൊക്കെ എന്തായാലും ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ കൂടും. കാരണം ഇത് ആൾക്കാർ വിസിറ്റ് ചെയ്യാനൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബിസിനസ്സിലൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു മാറ്റം ഉണ്ടാവും. കാരണം ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ലൊരു എന്താ പറയുക കൺസോൾട്ടേഷൻ ടൈം ആയിരുന്നു ഇത്രയും നാൾ. കാരണം ഇങ്ങനൊരു ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സംഭവം വന്നതിന് ശേഷമാണ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടി അത് നല്ല ഹൈക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇത് ഞാൻ 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലാണ് വരച്ചേക്കണതെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം നല്ലൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഒരു എന്താ പറയുക എന്താ പറയുക റിട്ടേൺ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഷെയറിൻ്റെ പ്രൈസ് അതായത് ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ആയതിൻ്റെ പേരിൽ വന്നതാണ്. അതുകൂടാതെ നമുക്ക് വീണ്ടും വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെയൊക്കെ ഒരു ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിനൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ. ഇത് ടെക്നിക്കലി ആയിട്ടുള്ള ഡാറ്റയാണ്. പിന്നെ ഇതിനകത്ത് ട്രേഡിംഗ് വ്യൂവിൽ ഇതിനകത്ത് സ്ട്രോങ് ബൈ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മത് ജസ്റ്റ് നോക്കാം, അതും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതുകൂടാതെ നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കാം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഫണ്ടാറ്റ. ഇതല്ലാതെ വേറെയും ഗൂഗിളിൽ ഒരുപാട് സ്ക്രീനേഴ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു ഓവർവ്യൂ ഓരോ കമ്പനിയുടെയും കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് സൈറ്റുകളിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ചാർട്ട് ലിങ്ക്, സ്ക്രീനർ, ട്രെൻഡ് ലൈൻ, അങ്ങനെ കുറച്ച് എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫണ്ടാറ്റ എന്ന് പറഞ്ഞ സൈറ്റിലാണ് നോക്കുന്നത്. ഇനി അതിനുശേഷം നമ്മളിതിനകത്ത് നമുക്ക് ഏതാണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോളോ സിന്ദൂരി ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ആ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഹീറ്റ് മാപ്പൊക്കെ ജസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ഗ്രീനാണ്. അപ്പോൾ ഇനി ഈ ട്രെൻഡ് ലൈൻ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കയറും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമുക്കിതിനകത്ത് വേറെയും ഒരുപാട് ഡാറ്റ, അതായത് നമ്മുടെ ഇതിനകത്ത് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അത് ഓരോ വർഷത്തെയും ഇതിനകത്ത് കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസിനകത്ത് ഇവർ സെപ്പറേറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വാച്ച് ചെയ്ത് നമ്മൾ ജസ്റ്റ് നോക്കുക, അതെല്ലാം നല്ല രീതിയിൽ കൂടുന്നുണ്ടോ, പ്രോഫിറ്റബിൾ ആണോ ഈ കമ്പനി എന്നെല്ലാം നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ പിയർ കമ്പാരിസൺ ഉണ്ട്. പിന്നെ മാർക്കറ്റ് പ്രൊമോട്ടേഴ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ ഏകദേശം ഞാൻ നോക്കുമ്പോൾ അറിയാം ഒരു 64% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് മ്യൂച്വൽ ഫണ്ടുകൾ എന്തോരം ഹോൾഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കിട്ടും. ഓക്കെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഫണ്ടമെൻ്റലൊക്കെ അത്യാവശ്യം നല്ല ഒരു നല്ല കമ്പനിയാണെന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. അത് കുറയും തോറും നല്ല ഡിപ്പ് നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ നല്ല പ്രോഫിറ്റ് ലഭിക്കും. ഓക്കെ. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കമ്പനിയാണ് പ്രവേക്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ നോക്കിയ അപ്പോളോ സിന്ദൂരിയിലും ഇതേപോലെ തന്നെ ഒരു ജനുവരി ടൈമിലാണ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഇതിനകത്തും ഈ കമ്പനിയിൽ നമുക്ക് അങ്ങനെ ഒരു ട്രെൻഡ് തന്നെയാണ് കാണുന്നത്.
പിന്നെ പ്രീവെസ്റ്റ് ഡെൻപ്രോ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം, അതായത് ഹീറ്റ് മാപ്പിൽ കാണാൻ പറ്റും എല്ലാം ഗ്രീനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്കിതിൻ്റെ പ്രോഫിറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ടേബിളിൽ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും ഗ്രോസ് പ്രോഫിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയ രീതിയിലൊക്കെ പ്രോഫിറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് പ്രൊമോട്ടർ ഹോൾഡിങ് വരുന്നത് ഏകദേശം 73% പ്രൊമോട്ടർ ഹോൾഡിങ് ഉണ്ട്. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ നമുക്കിതിനകത്ത് സൈഡിലൊക്കെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. PE റേഷ്യോ, അപ്പോൾ പ്രോഫിറ്റ് പെർ ഏണിങ്സ് റേഷ്യോ അത് നോക്കാം. അത്യാവശ്യം അത് ആ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് PE ഇല്ല എങ്കിൽ കൂടിയും ഇതിപ്പോൾ നല്ലൊരു സ്റ്റോക്കാണ്. കാരണം ഈ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണെന്ന് നമുക്ക് കരുതാം. ഓക്കെ, പിന്നെ നമുക്ക് ഇനിയും കുറച്ചും കൂടി കമ്പനികളുണ്ട്. ഓൾറെഡി മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയതിൻ്റെ പേരിൽ ഏത് കമ്പനിയിലും നമുക്ക് ധൈര്യമായിട്ട് ഇടാവുന്ന കേസാണ്. വലിയ ഡിപ്പല്ലെങ്കിലും കൂടിയും അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ IRCTC, അത് നമ്മൾ പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ ഒരു മോണോപോളി സ്റ്റോക്കാണ്. സോ നമുക്ക് ഇന്ത്യൻ റെയിൽവേയിൽ എന്താ പറയുക, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. വേറൊരു എന്താ പറയുക റെയിൽവേ ഇതും വരാനുള്ള സാധ്യത എന്തായാലും ഇല്ല. ഇതൊരു മോണോപോളി സ്റ്റോക്കാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ. സോ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫണ്ടമെൻ്റൽസ് എല്ലാം നല്ല സ്ട്രോങ് ആണ്. സോ ഈ അടുത്ത് തന്നെ നമുക്കറിയാം റെയിൽവേയുടെ സ്റ്റോക്കുകളെല്ലാം നല്ലൊരു എന്താ പറയുക റാലി കഴിഞ്ഞിട്ടില്ല, അതിനെയും കണ്ടിന്യൂ ചെയ്യും. സോ നമുക്ക് ഇതൊരു നല്ല സ്റ്റോക്കായിട്ട് കണക്കാക്കി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, പിന്നെ വേറെ അടുത്ത നോക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിഗോ. നമുക്ക് ഫ്ലൈറ്റിന്, അതായത് ട്രെയിൻ മാത്രമല്ല ഫ്ലൈറ്റിനും കൂടി നമുക്ക് ഈ പ്ലേസ് എല്ലാം വിസിറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ആ ഒരു എന്താ പറയുക ഫ്ലൈറ്റ് സർവീസ്, അതായത് അങ്ങനെയുള്ളൊരു കമ്പനി നോക്കുമ്പോൾ നമുക്ക് ഇൻഡിഗോയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നുള്ളത്. കാരണം ഒരുപാട് അതായത് ഫ്ലൈറ്റുകൾ അവർ ആ ഒരു നമ്മുടെ ലൊക്കേഷൻ, അതായത് രാം മന്ദിറിൻ്റെ ലൊക്കേഷനിലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കമ്പനിയിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിഗോൻ്റെ ഒരു എന്താ പറയുക ടെക്നിക്കലി അതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ഏത് ഡെയിലി ടൈം ഫ്രെയിം തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു എന്താ പറയുക ട്രെൻഡ് ലൈൻ നമ്മൊരു വരച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ അത് നല്ല എന്താ പറയുക ഒരു 45 ഡിഗ്രി ആംഗിളിൽ നല്ല ഒരു ഗ്രോത്താണ് കാണിക്കുന്നത്. സോ നമ്മുടെ ഇൻഡിഗോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും ലോങ് ടൈമിലേക്ക് നല്ലൊരു റിട്ടേൺ നമുക്ക് തരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇതെല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടി, അതായത് ഈസ് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക കമ്പനി. അപ്പോൾ ഈ കമ്പനി ഓൾറെഡി നമുക്ക് മാൽദീവ്സിലേക്കുള്ള ട്രിപ്പെല്ലാം ക്യാൻസൽ ചെയ്ത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചൊരു കമ്പനിയാണ് ഈ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക ഇത് ഒരുപാട് പേര് ഇനി യൂസ് ചെയ്യാൻ എന്താ പറയുക സാധ്യതയുണ്ട്. സോ ഈ കമ്പനിയും നമുക്ക് അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനധികം പ്രൈസൊന്നുമില്ല, ജസ്റ്റ് 45 റുപ്പീസ് ഉള്ളൂ. സോ ഇതും ഒരു ട്രെൻഡ് വന്നിട്ടൊരു എന്താ പറയുക ഡൗൺ ആയേക്കുന്നതാണ്. സോ ഈ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കമ്പനി ഗ്രോ ചെയ്യുന്നതിനോടൊപ്പം നമുക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നല്ല രീതിയിൽ കൂട്ടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒരു ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എന്താ പറയുക നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കുറേ നാളൊരു കൺസോൾട്ടേറ്റഡ് അല്ല, ആ ഒരു റേഞ്ചിൽ കിടന്ന് കളിച്ചിട്ട് അതൊരു ബ്രേക്ക് ഔട്ട് തന്നേക്കണമെന്നാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ.
സോ നമുക്ക് ഇനി എന്താ പറയുക, അത് റീടെസ്റ്റും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി കൂടുതൽ മൂവ്മെൻറ്റ് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതായി വരുന്ന കമ്പനി L&T. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതും അത്യാവശ്യം നല്ലൊരു വലിയൊരു കമ്പനിയാണ്. സോ നമുക്കിതിൻ്റെ ചാർട്ട്, അതായത് ടെക്നിക്കൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊരു എന്താ പറയുക, അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല. അതൊരു പാരലൽ ചാനലും അല്ല. ഓക്കെ, പക്ഷേ ഇത് എന്താ പറയുക, അപ്പ് സൈഡ്, അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ഹയർ ലോയൊക്കെയാണ് ഇത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതും നമുക്ക് നല്ലൊരു ലോങ് ടൈമിലേക്ക് റിട്ടേൺ തരുന്നൊരു കമ്പനിയാണ്. സോ നമുക്ക് ഇതിനകത്തും ധൈര്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പനികളാണ് ഞാൻ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഈ രാം മന്ദിർ ഇനാഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട്. സോ ഇത് മാത്രമല്ല, ഒരുപാട് കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. കാരണം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇറങ്ങിയിട്ടുണ്ട്. സോ അത് അധികം ഇനിയും ഇറങ്ങാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് നോക്കിയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ നമുക്കൊന്നും മാർക്കറ്റിൽ പറയാൻ പറ്റില്ല. നമുക്കതുകൊണ്ട് എന്താ പറയുക, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഓരോ സ്റ്റോക്കും പഠിച്ച് നല്ല സ്റ്റോക്കുകൾ നോക്കി നല്ല രീതിയിൽ എന്താ പറയുക ഡിപ്പ് വരുമ്പോൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല എന്താ പറയുക ഹൈ ആകുമ്പോൾ നമ്മൾ വിറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഇപ്പം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ എല്ലാവരും മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ ഈ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, ബൈ.